അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ജലാശയങ്ങളോടനുബന്ധമായി കണ്ടുവരുന്ന ചീനവല. സഞ്ചാരികളുടെ മനം കവരുന്നതാണ് വളരെ പഴക്കമുള്ളതും ഭംഗിയാർന്നതുമായ മത്സ്യബന്ധന സംവിധാനമായ ചീനവല. വിദേശത്തു നിന്ന് നമ്മുടെ നാട്ടിൽ വളരെ കാലം മുൻപ് എത്തപ്പെട്ടതാണ് വ്യത്യസ്തമായ മത്സ്യബന്ധന സഹായിയായ ചീനവലകൾ. കൊച്ചിയിൽ ചീനവല എത്തിയത് ക്രിസ്തുവർഷം 1350, 1450 കാലയളവിലാണെന്നാണ് ചരിത്രം. ഇൻഡോ ചൈനയിൽ നിന്ന്, അതായത് കംബോഡിയ, ലാവോസ് അവിടെയുള്ള സ്ഥലങ്ങളിലാണ് സാധാരണ ഇത്തരത്തിലുള്ള ചെറിയ ചീനവലകൾ കാണുന്നത്. അതെല്ലാം ഇത് വലിയ രൂപത്തിലാക്കി ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് പോർച്ചുഗീസുകാരാണ്. ചീനവല കൊച്ചിയിൽ എത്തിച്ചത് മക്കാവു ദ്വീപിൽ നിന്ന് പോർച്ചുഗീസുകാരാണെന്നും അല്ല അന്ന് കച്ചവടക്കാരായി കൊച്ചിയിൽ എത്തിയ ചീനക്കാരാണെന്നും ചരിത്രകാരന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നൂറ്റാണ്ടുകളായി മീൻ പിടിക്കുന്ന ഈ സംവിധാനത്തെ ചീനവല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത്തരം വലകൾ ചൈനയുടെ തെക്കുകിഴക്കൻ തീരത്തും ഇന്തോനേഷ്യയിലും ഇന്നും പ്രചാരത്തിലുണ്ട്. ലോകത്തൊരുപാട് രാജ്യങ്ങളിൽ നമ്മൾ അടയാളപ്പെടുത്തുന്ന മുദ്രകളുണ്ട്. അത് പാരീസിൽ നമ്മൾ പോയാൽ ഈഫൽ ടവറും അപ്പുറത്ത് ബിഗ് ബെന്നും ലിബർട്ടി പ്രതിമയും ക്രെംലിൻ കൊട്ടാരവും അങ്ങനെ ഒരുപാട്, ഡൽഹിയിൽ ചെന്നാൽ താജ്മഹലൊക്കെ ഉണ്ട്. അതെല്ലാം ലോകത്ത് നിർമ്മിക്കപ്പെടുന്നതിനൊക്കെ വളരെ നൂറ്റാണ്ടുകൾ മുൻപ് ചീനവലകൾ ഇവിടെ നിൽപ്പുണ്ട്. ആ ചീനവലകളുടെ സവിശേഷത എന്താണെന്ന് പറഞ്ഞാൽ മറ്റ് എല്ലാം നമുക്ക് കല്ലും മണ്ണും കൊണ്ട് കയ്യിൽ തുകയുണ്ടെങ്കിൽ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ചീനവല അതല്ല. കുറച്ച് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തിനായി അവർ വളരെ പഴമയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അവർ നിർമ്മിച്ച് അവർ ഓപ്പറേറ്റ് ചെയ്ത് അവരുടെ ഉപജീവനം നടത്തുന്ന ഒരു വസ്തുതയാണ് ചീനവലകൾ. നല്ല തേക്കിൻ തടികൾ കൊണ്ടാണ് ചീനവലയുടെ ഘടകങ്ങൾ നിർമ്മിക്കുന്നത്. 10 മീറ്ററോളം ഉയരമുണ്ടാകും. വലിയ മുള കൊണ്ടുള്ള ചട്ടത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന തൂങ്ങിക്കിടക്കുന്ന ഭംഗിയാർന്ന വലയാണിത്. സാധാരണഗതിയിൽ കരയിലാണ് ചീനവലകൾ ഉറപ്പിക്കാറുള്ളതെങ്കിലും ചിലയിടങ്ങളിൽ ജലാശയങ്ങളിൽ തന്നെയും ചീനവല നാട്ടാറുണ്ട്. വെള്ളത്തിനടിയിൽ കുഴിച്ചിട്ട തൂണുകളിന്മേലാണ് ചീനവലയും അത് പ്രവർത്തിക്കുന്ന ആവശ്യമായ കപ്പിയും മറ്റും ഘടിപ്പിക്കുന്നത്. 20 മീറ്ററോളം വീതിയുള്ള വലയുടെ 4 ഭാഗത്തു നിന്നും ഓരോ മുളം തണ്ടുകൾ പിരമിഡ് ആകൃതിയിൽ പ്രധാന കാലിനോട് ചേർത്ത് കെട്ടിയിരിക്കും. ഇത് താഴേക്കും മുകളിലേക്കും ചലിപ്പിക്കാൻ കഴിയുന്ന വിധമാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചിയിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന വിനോദസഞ്ചാര ആകർഷണം കൂടിയാണ് ഈ വലകൾ. ഇവയുടെ വലിപ്പവും സുന്ദരമായ നിർമ്മിതിയും ഹൃദ്യമായ കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്കും ഛായാഗ്രാഹകർക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. മെല്ലെ ഈ വലകളെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും മാസ്മരികമായ ഒരു ദൃശ്യവിരുന്നാണ്. ചീനവലയുടെ പുനരുദ്ധാരണം നടത്തുന്നതിന് ഗവൺമെന്റ് തേക്കുംതടി ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ അതിന്റെ തേക്കുംകഴ കൊണ്ടാണ് പ്രധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നല്ല ഉറച്ച തേക്കുംകഴ കിട്ടാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരു സ്റ്റീലാക്കിയിരുന്നത്. അപ്പോൾ സർക്കാർ ഇടപെട്ട് അവർക്ക് ചീനവല പഴയ രീതിയിൽ തന്നെ നിർമ്മിക്കുന്നതിനുള്ള തടി കൊടുക്കാനും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അത് 10 കൊല്ലമായിട്ട് ഇപ്പോഴും അത് തീർന്നിട്ടില്ല ആ കാര്യമെന്ന്. അവരുടെ വലക്ക് കൊടുത്തിരിക്കുന്ന തടിയെല്ലാം അവിടെ കിടക്കുന്ന ഒരു പരിതാപകരമായ സ്ഥിതിയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. എന്തായാലും പഴമയുടെ പ്രൗഢിയുമായി ഫോർട്ട് കൊച്ചിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കൗതുക കാഴ്ച പലവിധ കാരണങ്ങളാൽ സംരക്ഷണം കിട്ടാതെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. ജോസഫ് മാർട്ടിൻ, DD ന്യൂസ്, കൊച്ചി.